നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കോവിഷീൽഡ് പിൻവലിച്ച് ആസ്ട്രസെനക. കോവിഡ് വാക്സിനുകൾ അപൂർവമായി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് ആഴ്ചകൾ പിന്നാലെ കോവിഷീൽഡ് വാക്സിൻ പിൻവലിച്ച് ആസ്ട്രസെനക. വാണിജ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് നടപടിയെന്നാണ് ആസ്ട്രസെനക നൽകുന്ന വിശദീകരണം. വിദ്യാർത്ഥികൾക്ക് ഒരു ടെൻഷനും വേണ്ട, ഫലപ്രഖ്യാപനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വി ശിവൻകുട്ടി. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ ഫലമറിയാൻ തയ്യാറായിരിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒരു തരത്തിലെ ടെൻഷനും വേണ്ടെന്നും ഫലപ്രഖ്യാപനത്തിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. 4 മണിയോടെ ഫലം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ആഴ്ച മുൻപാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തി. MM ഹസന് വിമർശനം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സുധാകരൻ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു ചുമതല ഏറ്റെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ തൽക്കാലത്തേക്ക് മാറി നിന്നിരുന്നു. താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത MM ഹസൻ തിരഞ്ഞെടുപ്പിന് ശേഷവും ഒഴിയാത്തത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ MM ഹസനെ കെ സുധാകരൻ വിമർശിച്ചു. ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് MM ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞു. ഈ ടീം തന്നെ തുടരും. സംസ്ഥാന BJPയിൽ നേതൃമാറ്റം ഇല്ലെന്ന സൂചന നൽകി കെ സുരേന്ദ്രൻ. സംസ്ഥാന BJPയിൽ നേതൃമാറ്റം ഇല്ലെന്ന സൂചന നൽകി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഇന്നലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ ടീം തന്നെ തുടരുമെന്ന് പ്രകാശ് ജാവഡേക്കറും ഭാരവാഹി യോഗത്തിൽ അറിയിച്ചതായാണ് വിവരം. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് BJP ഔദ്യോഗികമായി കടന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. സാധ്യതയുള്ള നിയമസഭാ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിന്നക്കനാലിലെ ഭൂമി ഇടപാട്. മാത്യു കുഴൽനാടനെതിരെ FIR. ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസിൽ MLA മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് FIR. ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 21 പ്രതികളുള്ള കേസിൽ മാത്യു കുഴൽനാടൻ 16ാം പ്രതിയാണ്. ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല. മുഖ്യമന്ത്രി അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിന്? VD സതീശൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ലെന്ന് VD സതീശൻ. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. 16 ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. എന്നാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവുണ്ടാകാത്തത് വൈദ്യുതി ബോർഡിനെ ആശങ്കയിലാക്കുന്നു. പ്രതിസന്ധിയെക്കുറിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ബോർഡിലെ സംഘടനകളുമായി ചർച്ച നടത്തി. നാളെ ഉന്നതതല യോഗവും ചേരും.
കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലത്തെ വൈദ്യുതി ഉപയോഗം 110.06 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. എന്നാൽ വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ ആവശ്യകത വർദ്ധിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.